ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആണ്. തിങ്കളാഴ്ച എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഞായറാഴ്ച, അതൊരു സർപ്രൈസ് എന്ന രീതിയിൽ ബക്കറ്റിലൊക്കെ ഇട്ട് അടച്ചു കൊടുത്ത്. അപ്പൻ ആ ഷർട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ കവർ ഒന്ന് എടുക്കപ്പാന്ന് പറഞ്ഞ അപ്പനെ എടുത്തപ്പോൾ അപ്പൻ ഞെട്ടി. ഗൈസ്, ഇതാണ് അപ്പൻ്റെ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ പറഞ്ഞല്ല, നാളെയാണ്. ഇന്ന് ഞായറാഴ്ചയില്ലേ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോയി മാറാം. എനിക്കാണെങ്കിൽ വലിയ രീതിയിൽ ഷർട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ 2 പിള്ളേരിട്ട് എങ്ങനെ വിഷമിപ്പിക്കുന്ന കരുതി ഞാനിനി എടുത്തുകൊണ്ട് വന്ന. ഇട്ട് നോക്കിയിട്ട് മേടിക്കുന്നതും അല്ലാതെ പോയി മേടിക്കുന്നതും ഒരു പ്രത്യേകതയില്ലേ. പിന്നെ ബർത്ത്ഡേ അല്ലേ, സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് കരുതി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ്. അപ്പനങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ട് നോക്കി. അപ്പോഴേ ഒന്നും ചേരത്തില്ല ഗൈസ്, എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കടയിലും റോഡിലും മൊത്തം ഈയൽ എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത്. ഈയൽ നിറഞ്ഞു നിൽക്കുമായിരുന്നേ. കടയ്ക്ക് അകത്തും ഈയൽ, കടയ്ക്ക് പുറത്തും ഈയൽ. മുമ്പിൽ ചെന്ന് ഉണ്ണിക്കണ്ണം കയറാനായിട്ട് ഒരുപാട് പാടുപെട്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ അവർ ഉള്ളിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ ഷർട്ടൊക്കെ നോക്കിയെടുത്ത് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പം 2-3 ഷർട്ടുകൾ അപ്പന് ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ട് നോക്കി. എനിക്കിഷ്ടപ്പെട്ടൊരു ഷർട്ട് ഞാൻ എടുത്തു കൊടുത്ത്. അതിട്ടപ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് അപ്പന് തോന്നി. അങ്ങനെ അപ്പം അത് തന്നെ ഫിക്സ് ചെയ്ത് കേട്ടോ. പിന്നെ 2 പാൻറ്റ് മേടിച്ചത് ഞങ്ങൾ ഒരു പാൻറ്റ് കൊടുത്തിട്ട് ഒരു ജീൻസിൻ്റെ പോലത്തെ മറ്റേ ബാഗി പാൻറ്റ്, അതും ഇന്നേ വരെ അപ്പന് മേടിച്ചിട്ടില്ല. ആ പാൻറ്റ് ഒരെണ്ണം അപ്പന് മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതല്ല നേരത്തെ വെച്ചിട്ട് പാളിപ്പോയി ഗിഫ്റ്റ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിലോട്ട് വെച്ച് പിടിച്ചേ. ഇത് ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയാണ്. ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സും സ്നാക്സും എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1 കിലോ മുന്തിരിങ്ങ മേടിച്ച്. പച്ചമുന്തിരി, നല്ല മധുരമുള്ള പച്ചമുന്തിരിങ്ങയായിരുന്നു. എടുത്ത് കഴിച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. പച്ചമുന്തിരിങ്ങ മേടിച്ച്. ഉണ്ണിക്കണ്ണൻ ഒരു മുട്ടായി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അതും മേടിച്ച്. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് മേടിച്ചതെന്ന് വെച്ചാൽ മാങ്ങ ഉണക്കിയത്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ മാങ്ങ ഉണക്കിയത്, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതും മേടിച്ച് കേട്ടോ. ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റ, ബൈ ബൈ.